മമത എങ്ങനെയുണ്ടായിരുന്നു പാടിയിട്ട്? കുഴപ്പമില്ല. ഇത് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അതെ, വളരെ ഇഷ്ടമുള്ള. ഇതിനു വേണ്ടി പഠിച്ചാണോ നേരത്തെ അറിയായിരുന്നു? നേരത്തെ പാടിയിട്ടുണ്ട്? നേരത്തെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനു വേണ്ടി നല്ല ഡീറ്റെയിൽ കേട്ട് പഠിച്ച് അതെ, അത് വർക്ക് ചെയ്തോ ഇല്ലയോ നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഹോപ്പ് ഇറ്റ്സ് വർക്ക്. ചേട്ടാ മമത കൃഷ്ണൻ, ശ്രുതിയും കൂടെ കുറച്ച് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പം നല്ല വോയിസ് ആണ്, നല്ല ഷാർപ്പ് വോയിസ് ആണ്, അതെല്ലാം കൊള്ളാം. അപ്പം ഈ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വന്നത് മാത്രമേ ഞാൻ എടുത്തു പറയുന്നുള്ളൂ. ശ്രുതി എന്ന് ആ ഗോവർദ്ധനഗിരി കയ്യിലുയർത്തിയ നല്ല പവർഫുൾ വോയിസ് ആണ്. അപ്പം ഈ സ്ഥലങ്ങള് ഇതുപോലെ ഇപ്പൊ പാടുന്നത് വളരെ ശ്രദ്ധിച്ച് പാടണം. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. നല്ല വിശേഷം. ഇപ്പൊ പേടിയൊന്നും ഇല്ലായിരുന്നു പാടാൻ? ചെറുതായിട്ട് അങ്ങനെ. ഇവിടെ വന്നപ്പോഴേക്കും ഒരുവിധം കുറഞ്ഞു. 23 മാർക്ക്. 23 out of 30. ചിത്ര ചേച്ചി. മമത ചേച്ചി, മമതയുടെ നല്ല ഷ്രിൽ സ്വീറ്റ് വോയിസ് ആണ് കേട്ടോ. താങ്ക് യു ചേച്ചി. നന്നായിട്ട് പാടി. മോളെ പാട്ട് എത്ര ദിവസം കൊണ്ടാ പഠിച്ച? മുമ്പ് പാടിയിട്ടുണ്ടോ? ഇത് മുമ്പ് പാടിയിട്ടുണ്ടോ? മറ്റ് വേദികളിലൊന്നും പാടിയിട്ടില്ല. പക്ഷേ കോമ്പറ്റീഷന് മുൻപ് പഠിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചോ? പഠിച്ചു. ഡീറ്റെയിൽസ് കുറച്ചൊക്കെ മോള് മിസ് ചെയ്ത് പോയിട്ടുണ്ട്. ജാനകിയമ്മയുടെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ പറയണ്ടേ, അതിന്റെ ഡൈനാമിക്സ് ഒക്കെ ഒരുപാട് ജാനകിയമ്മയ്ക്ക് ഇൻബിൽറ്റ് ആയിട്ട് ഉള്ളതാണത്. അത് നമ്മൾ എഫേർട്ട് എടുത്ത് കുറച്ചെങ്കിലും കൊണ്ടുവരണം. മനസ്സിലായത്? ഈ പാട്ട് നമ്മൾ പ്ലെയിൻ ആയിട്ട് പാടിക്കഴിഞ്ഞാൽ യാതൊരു ജീവനില്ലാതെ. നമ്മൾ നന്നായിട്ട് പാടിയില്ലെന്നല്ല, കുറച്ച് ശ്രുതി അവിടെ ഇവിടെയൊക്കെ ഒരുപാട് പോയെങ്കിലും ഞാൻ പറയട്ടെ, ഒരു ശ്രീകുമാർ സാറ് പാടിപ്പിച്ചപ്പോ ഗോവർദ്ധൻ എങ്ങനെയാ പാടിയ? സായിന്ന് പോണം. അതും വേറെ അവിടെ എന്തോ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ ക്ലീൻ ആവാം. കുറച്ച് സ്പീഡ് കൂടുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ കാളിയ മർദ്ദന, കുറച്ച് കൂട്ടിയും ചെറുതായിട്ടൊന്ന് ശ്രമിച്ചു. അത്രയില്ല. ഈ പാട്ട് ശരിക്കും ജാനകിയമ്മ പാടി കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു വിങ്ങല് വരും. അത് വരണം. അതാണ് ആ പാട്ടിന്റെ ഒരു മാമക ഹൃദയം. അതൊന്ന് പാടാമോ പോഷൻ മോളെ? പാട്ട് പഠിക്കുമ്പോൾ ആദ്യം ബേസിക്കായിട്ട് മോള് പഠിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പഠിക്കുവാണെങ്കിൽ എന്നാൽ ആ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അത്രയും അത് കൂടുതൽ തലയിലേക്ക് രജിസ്റ്റർ ആവും. ജാനകിയമ്മയുടെ പാട്ടുകൾ പ്രത്യേകിച്ച് നമ്മൾ കുത്തിയിരുന്ന് തന്നെ പഠിക്കണം. കാരണം അതിനകത്ത് ഒരുപാട് എന്താ ചെറിയ ന്യൂവൻസസ് ഒക്കെ, ചെറിയ പൊടി സംഗതികൾ ഇതായിരിക്കും. ചിലപ്പോൾ നമ്മളത് വിട്ടുപോകാൻ പാടില്ല. അതിലൊക്കെ ഭയങ്കര സുഖമുണ്ട് ആ പാടുന്നതിനകത്തൊക്കെ. അത് വിട്ടുപോകരുത്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, 23 out of 30. ശരത് മമത, നല്ലൊരു പാട്ട് മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ മോളെ ഇത് മൊത്തത്തില് ഒരു സംഗതികൾക്കൊക്കെ ഒരു ഭയങ്കര മസിൽ പിടുത്തം. ഒരു ഗുസ്തിക്കാരൻ പാടിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു വികാരം എനിക്ക് തോന്നി. കാര്യം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു ശക്തി പ്രകടനമായിരുന്നു. നമുക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായ ചിലതൊക്കെ എന്താ പറയണ്ടേ, ലൈറ്റായിട്ട് പാടേണ്ടത് അങ്ങനെ പാടിയാൽ മതി മോളെ. അവിടെ നമ്മൾ ഡീറ്റെയിൽ കാണിക്കൊണ്ട് വലിയ തലകുത്തി മറിഞ്ഞാൽ അതിന്റെ സുഖം അങ്ങ് പോകും.
ആ പാട്ടിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു എലിമെന്റ് ആയിരിക്കണം ആ സംഗതി എന്ന്. അങ്ങനെയാണ് എനിക്കറിയാവുന്നത് കേട്ടോ മോളെ. അത് കൂടുതലും മോളെ വലിയ ഈ ശക്തി പിടിക്കേണ്ട പാട്ടല്ലല്ലോ ഇത്. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ? പാടുന്നതിന് വ്യത്യാസമുണ്ട് ഇല്ലേ? അതപ്പോ നമുക്ക് എന്ത് ആവശ്യമുണ്ടോ അത് പാടിയാൽ മതി. ഞാൻ പറഞ്ഞ മനസ്സിലായോ മുഹമ്മദക്ക്? മനസ്സിലായി സർ. അപ്പൊ കുറെ അങ്ങനെ ബലം പിടിച്ച സംഗതികൾ പാടി ഫലിപ്പിക്കേണ്ട പാട്ടല്ല മോളെ ഇത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. 23 മാർക്സ്. 23 and ജഗദീഷ് ചേട്ടാ. മമത നന്നായി പാടി. താങ്ക് യു സർ. മമതയുടെ ഇഷ്ട ഗായിക ജാനകിയമ്മയാണോ? ജാനകിയമ്മ ഇഷ്ടമാണ്, വേറെയും സിംഗേഴ്സിന് ഇഷ്ടമാണ്. ഓക്കെ. അല്ല, ഞാൻ ജാനകിയമ്മ ഇഷ്ടമാണോന്ന് ചോദിക്കാൻ കാരണം, ജാനകിയമ്മ ഇഷ്ടമാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഡൈനാമിക്സ് ഒരുപാട് ജാനകിയമ്മയിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇപ്പൊ ചിത്ര അത് പാടി തന്നപ്പോ ആ ഡിഫറൻസ് ഫീൽ ചെയ്തില്ലേ? ഫീൽ ചെയ്തു. അതാണ്. അപ്പൊ നേരത്തെ മമത പാടിയപ്പോ എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ ചിത്ര അത് പാടി തന്നപ്പോഴാണ് മമതക്ക് എന്തോ ഒക്കെ ഫീല് കുറവായിരുന്നുവെന്ന് ആ ഒരു റിയാലിറ്റി എനിക്കും കൂടെ മനസ്സിലായത്. അപ്പൊ അത്രയും മിസ്സിംഗ് ആയിരുന്നു എന്ന് മമതയ്ക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇന്ന് തന്നെ ഒരുപാട് കാര്യങ്ങള് മമതയ്ക്ക് മനസ്സിലായി എന്നാണ് എന്റെ വിശ്വാസം, ഇവര് മൂന്നുപേരും പറഞ്ഞു തന്നതിൽ നിന്ന്. അപ്പോ പാട്ട് എന്ന നിലയിൽ നന്നായിട്ട് പാടി. പക്ഷെ ആ ഫീല് ഇനിയും ഒരുപാട് മമതയ്ക്ക് നൽകാൻ കഴിയും. നല്ല ശബ്ദമുണ്ട് മമതയ്ക്ക്. തീർച്ചയായിട്ടും ഐഡിയ സ്റ്റാർ സിംഗറിൽ ഒരുപാട് ദൂരം പോകാൻ കഴിയും. വെൽ ഡൺ, keep it up. I'm going to give you 7 out of 10. 7 out of 10. Thank you, judges. So, Mamta, total marks 23 plus 23 plus 23 plus 7, 76. 76 marks ആണ്. ഇതൊന്നും 76. സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ടും SMS-ഉം കൂടിയേ തീരൂ. സോ പ്ലീസ് വോട്ട് ഫോർ മീ. എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. എനിക്ക് വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ISS സ്പേസ് മമത MAMATHA.